മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഭക്ഷ്യസുരക്ഷാ മന്ത്രിയും സുരക്ഷാ ക്യാബിനറ്റ് അംഗവുമായിട്ടുള്ള അവി ഡിച്ചറാണ് ഒരു തുറന്ന പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ ഹമാസോളികൾക്ക് എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക എന്ന് തീരെ മനസ്സിലാവുന്നില്ല. അദ്ദേഹം കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞങ്ങൾ ഗാസയിൽ ദീർഘകാലം ഉണ്ടാവുമെന്ന്. അതായത് ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും, ഇനി ഏത് വെടിനിർത്തൽ വന്നു കഴിഞ്ഞാലും എന്ന് അദ്ദേഹം തുറന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതങ്ങനെ വെറുതെ സൈനിക സംവിധാനങ്ങളുമായിട്ട് ഗാസയിൽ നിലയുറപ്പിക്കുകയല്ല ഇസ്രായേൽ ചെയ്യുക എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അവർക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ഹമാസ് ഇനിയും റിക്രൂട്ട്മെന്റുകളൊക്കെ ഗാസൻ ജനതയ്ക്കിടയിലൂടെ നടത്തുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് തടയുക. ഗാസയിലേക്ക് ആയുധങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തടയുക. അതേപോലെ തന്നെ ഗാസൻ ജനതയ്ക്ക് വരുന്ന ഭക്ഷ്യവസ്തുക്കള് ഗാസൻ ജനതയ്ക്ക് തന്നെ കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക. നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് 100-ലധികം ഭക്ഷ്യവസ്തുക്കളുടെ ട്രക്ക് വന്നിട്ട് ഗാസയിലെത്തിയിട്ട് അത് കാണാതെയായിട്ടുണ്ടായിരുന്നു. ഐക്യരാഷ്ട്രസഭ പറഞ്ഞിട്ടുള്ളത് കാണുന്നില്ല എന്ന് മാത്രമാണ്. അതെങ്ങനെയാണല്ലോ, ഗാസയിൽ നിന്ന് ആരാണ് ഇത്രത്തോളം വലിയ ട്രക്കുകളും കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോവുക? ഒരൊറ്റ ഉത്തരവുള്ളത് ഹമാസ് ആണ് എന്നുള്ളത്. എന്നാൽ ഐക്യരാഷ്ട്രസഭ പറയുന്നത് ആരോ മോഷ്ടിച്ചു എന്ന രീതിയിലാണ്. കാരണം ഐക്യരാഷ്ട്രസഭയിൽ കൃത്യമായിട്ട് ഹമാസിനെയൊക്കെ പ്രീണിപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ഇസ്രായേൽ കൃത്യമായിട്ട് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഗാസൻ ജനതയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നത് ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഭക്ഷ്യസുരക്ഷാ മന്ത്രി ക്യാബിനറ്റ് അംഗമായിട്ടുള്ള അവി ഡിച്ചർ ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഹമാസിനോട് എതിർത്ത് നിൽക്കുന്ന പ്രാദേശികമായിട്ടുള്ള ശക്തരായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾ ഗാസയിലുണ്ട്. ഇത്തരം കുടുംബങ്ങളെ കണ്ടുപിടിക്കുക, കൃത്യമായിട്ട് അവരെ പരമാവധി പ്രേരിപ്പിക്കുക, ഈ പറയുന്ന ഗാസയില് ഭരണത്തിലേക്ക് എത്തിക്കാൻ. അതായത് ഗാസൻ ജനതയെ നിയന്ത്രിക്കുക, ഗാസൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാൻ ഹമാസിനെതിരെയായിട്ട് ശക്തമായിട്ട് നിലകൊള്ളുന്ന പ്രാദേശികമായിട്ട് ശക്തരായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു കുടുംബത്തെ ഗാസയിലെ ഭരണമേൽപ്പിക്കുക, ആ ഭരണത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേലി സൈന്യം, ഇസ്രായേലി സംവിധാനങ്ങൾ വളരെ വലിയ രീതിയിൽ അവരെ പ്രേരിപ്പിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സന്ദർഭത്തിൽ തന്നെ ഇസ്രായേലി സംവിധാനങ്ങള് ഗാസയിലെ റോഡുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതായിട്ടും പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും കൃത്യമായിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേന്ദ്രങ്ങള്, ക്യാമ്പുകള്, അതായത് സൈനിക സംവിധാനങ്ങള് ഇസ്രായേലുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാമ്പുകൾ വികസിപ്പിക്കുന്നുണ്ട്, റോഡുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഇസ്രായേൽ സംവിധാനങ്ങൾ അവിടെ വികസിപ്പിക്കൽ തുടങ്ങി എന്നുള്ളതും കൃത്യമായിട്ട് ഒരുപാട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേല് ഏത് വെടിനിർത്തൽ വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന ഗാസയിൽ നിന്ന് പിന്മാറില്ല എന്ന ഉറച്ച പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെയാണ് ഇസ്രായേലിന്റെ കൃത്യമായിട്ടുള്ള മഹത്വം മനസ്സിലാക്കേണ്ടത്. അതായത് ഹമാസ് എന്ന ഭീകര സംഘടനയെ അപ്പാടെ നശിപ്പിച്ചിട്ടുണ്ട് നിലവിൽ ഇസ്രായേൽ സംവിധാനങ്ങൾ. ഒരുപക്ഷെ പല രാജ്യങ്ങളും പല രീതിയിലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ ആളുകളും പിടിച്ചടക്കം ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇസ്രായേൽ കൃത്യമായിട്ട് പറയും ഞങ്ങൾക്ക് ഗാസ വേണ്ട, ഞങ്ങൾ ഗാസയെ അടക്കി പിടിച്ച് മുന്നോട്ട് പോകാനൊന്നും താല്പര്യപ്പെടുന്നില്ല. ഞങ്ങൾ കൃത്യമായിട്ട്, അതായത് അവർ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന പ്രാദേശികമായിട്ട് ഗാസയിൽ കരുത്തരായിട്ടുള്ള കുടുംബങ്ങളെ
ഗാസൻ ജനതയെ നിയന്ത്രിക്കുന്നതുമായിട്ട് ഗാസയുടെ ഭരണമേൽപ്പിക്കുക എന്നുള്ളതാ ഇസ്രായേലിന്റെ ലക്ഷ്യം. ഇതുകൊണ്ടൊക്കെ തന്നെയല്ലേ നമ്മൾ ഇസ്രായേൽ മഹത്തായ ഒരു രാജ്യമാണ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇത്രത്തോളം വളരെ വലിയൊരു യുദ്ധമല്ലേ ഹമാസിനെതിരെ ഇസ്രായേലി സൈനിക സംവിധാനങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പൊ വേണമെങ്കിൽ ഗാസ പിടിച്ചടക്കം ചെയ്യുക എന്നുള്ളതൊക്കെ ഏത് അന്താരാഷ്ട്ര സമൂഹം പറഞ്ഞു കഴിഞ്ഞാലും വേണമെങ്കിൽ ഇസ്രായേൽ അതൊന്നും വകവെക്കാതെ സകലതും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുമായിരുന്നു. എന്നാൽ നമ്മളൊക്കെ നിരന്തരം പറയുന്ന ഇസ്രായേലിന്റെ മഹത്യം നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടത് ഈ സന്ദർഭത്തിൽ തന്നെയാ. ഗാസയുടെ ഒരു ഭരണവും ഇസ്രായേലിന് വേണ്ട. ഗാസയിൽ സമാധാനം ഉണ്ടാവുക, അതിലൂടെ ഇസ്രായേലിലും സമാധാനം ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അങ്ങനെ ഗാസയിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ ഹമാസ് എന്ന ഭീകര സംഘടനയെ ഗാസയിൽ നിന്ന് തുടച്ചു നീക്കണം. അതിനുള്ള എല്ലാ പണികളും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു തരത്തിലും ഹമാസിനെ റിക്രൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതേസമയം നമുക്കറിയാം ഹമാസ് ഭീകരരെ അനുകൂലിക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ പോലുമുണ്ട്. അതൊക്കെ വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഹമാസിലേക്ക് ഇനിയും ആളുകൾ വരില്ല എന്നൊന്നും എനിക്കോ നിങ്ങൾക്കോ ആർക്കും തന്നെ പറയാനും സാധിക്കില്ല. എന്നാൽ ഇസ്രായേൽ കൃത്യമായിട്ട് ഗാസയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിൽ സകല സൈനിക സംവിധാനങ്ങളും ഗാസയിൽ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചും വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അവസ്ഥ ഇപ്പോ എന്താണ്? ഒക്ടോബർ 7 ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് വലിയ രീതിയിലുള്ള ഭീകരാക്രമണം നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും ഗാസ ഹമാസിന് ഭരിച്ച് മുന്നോട്ട് പോയിക്കൂടായിരുന്നോ? ഒരു പ്രശ്നവും ഉണ്ടായിരുന്നോ? ഹമാസ് അല്ലായിരുന്നോ ഗാസ ഭരിച്ചതും സകല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്? നല്ല വൃത്തിക്ക് ഹമാസിന് ഗാസയും ഭരിച്ച് മുന്നോട്ട് പോവാമായിരുന്നു. വെറുതെ പോയിട്ട് ഇസ്രായേലിനെ ചൊറിഞ്ഞു. ആ ചൊറിഞ്ഞതേ ഹമാസിന് ഓർമ്മയുള്ളൂ. ഇസ്മായിൽ ഹനിയ മുതൽ യഹിയ സിൻവാർ മുതൽ സകല ഭീകര മേധാവികള്, അവരുടെ രാഷ്ട്രീയ മേധാവികള്, രാഷ്ട്രീയ നേതാക്കന്മാര്, സൈനിക മേധാവികള്, സൈനിക കമാൻഡർമാര്, സകലതും ഹമാസിൻ്റെത് തീർന്നു. എനിക്കോ നിങ്ങൾക്കോ ഇപ്പോ ഗാസയിൽ നിലവിലുള്ള ഏതെങ്കിലും ഒരു ഹമാസ് നേതാവിന്റെ പേരറിയോ? ഏതെങ്കിലും ഒരു ഹമാസ് നേതാവിന്റെ പേര് ഏതെങ്കിലും ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിൽ അച്ചടിച്ച് വരുന്നുണ്ടോ? പണ്ട് മുതലേ ഖത്തറിലോ തുർക്കിയിലോ ഈജിപ്തിലോ എന്ന് പറഞ്ഞ് ഒളിച്ചു നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അതൊരു യാഥാർത്ഥ്യ. അവരൊരിക്കലും ഗാസയിലേക്ക് വന്നിട്ടല്ലല്ലോ. ഒക്ടോബർ 7 മുതലേ അവർ പുറം രാജ്യങ്ങളിൽ ഭീരുക്കളെ പോലെ ഒളിച്ചു നടക്കുകയാണ്. അതേസമയം ഹമാസിന് ഇന്ന് ഗാസയിൽ പേരെടുത്തു പറയാൻ ഒരു നേതാവ് പോലും ഇല്ലാത്ത ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയില്ലേ? ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ സുബോധമുള്ള സകല ആളുകൾക്കും വളരെ സന്തോഷകരമായിട്ട് തന്നെ ഉറപ്പിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ലോകത്ത് ഭീകരവാദം ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇത്തരം വാർത്തകളിലൂടെ ഹമാസ് എന്ന ഈ കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭീകര സംഘടന പോലും തകർന്ന് തരിപ്പണമായിട്ടുണ്ടെങ്കിൽ ഭീകരവാദമൊന്നും ഈ കാലത്ത് ഒരിക്കലും വളരാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്.